എടത്തിയമ്മേ, ഞാനൊരു കഥ പറയട്ടെ. കഥയോ? അതെ, അതൊരു കഥയാണ്. പറയൂ. ഒരു ചെറുപ്പക്കാരന്റെ കഥ. വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ. തീവണ്ടിയിൽ തിരക്കില്ലാത്തൊരു ദിവസം ഒരൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ അവനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. പനിനിറപ്പൂവിന്റെ വിശുദ്ധിയും മഞ്ഞുതുള്ളിയുടെ ഭാവവുമുള്ള ശാലീന സുഭകയായൊരു സുന്ദരി. അവൾ അവനെ ആകർഷിച്ചു. സന്ദർഭമുണ്ടാക്കി അവൻ സംസാരിച്ചു. അവൻ അവളോട് എന്തെന്നില്ലാത്തൊരു ബന്ധമുണ്ടായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ? നോ, നോട്ട് സോ ഫാസ്റ്റ്. അവളെക്കുറിച്ചുള്ള പവിത്രമായൊരു ഓർമ്മയുമായി അവൻ നടന്നു. എന്നിട്ട് പാർക്കിലും ബീച്ചിലും വഴിയരികിലും ബസ് സ്റ്റോപ്പിലും വെച്ചവർ കണ്ടുമുട്ടി. കൂടുതൽ അടുത്തപ്പോൾ അകലാനാവാതെയായി. കോഴിക്കോട്ടല്ല ജോലി. കൊല്ലത്തുള്ള ഒരു വലിയ ഏജൻസി സ്ഥാപനത്തിന്റെ ഉടമയുടെ തീയാണ്. ടൂറിന് വേണ്ടി കോഴിക്കോട്ട് എത്തുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് ചേരുന്ന പശ്ചാത്തലത്തേക്കല്ല നിന്റെ കഥ നീങ്ങുന്നത്. അന്ധയായ ഒരു മുത്തശ്ശിയും വാദം പിടിച്ചു കിടക്കുന്ന വിധവയായ ഒരു അമ്മയും എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് അനുജത്തിമാരുമാണ് അവൾക്കുള്ളത്. അവളെ രക്ഷിക്കാനാണ് എന്റെ ശ്രമം. അവൾ നല്ലവളാണ് ഏട്ടത്തി. ഇത്രയും വലിയൊരു പരീക്ഷണം വേണോ? Hello, sir. Hello. Meet my wife, Sushma. Glad to meet you. Sushma, this is our marrying director, Mr. Kumar Nair. How are you, Mr. Verma? Fine, sir. രണ്ടുപേർക്ക് കൂടെ വലിയ ബെഡിലൊരു കോട്ടേജാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റു റൂമിന്റെ ആവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അയ്യോ അതെന്താ, ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പ്ലീസ് കം. വൈകിട്ട് ബോർഡ് കൂടുമ്പോൾ നമുക്ക് ഭയപ്പെടാനിരിക്കുന്നു. അവർ കോൺഫിഡൻസ് ക്ലിയർ. നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അങ്ങനെ ആ തലവേദന മാറി. പക്ഷെ ഇതുകൊണ്ടായില്ല. സന്ദർഭം കിട്ടുമ്പോൾ അവർ ഇനിയും തലപൊക്കും. അതിന് കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. കുറെയൊക്കെ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അതും ശരിയാണ്. സുഷമ, ഐ ഹാവ് എ വണ്ടർഫുൾ സജഷൻ ടു മേക്ക്. എന്താണ്? നമുക്കിന്ന് ഡിന്നർ പാലസ് ഹോട്ടലിലാക്കിയാലോ? വെൽക്കം. ആട്ടെ, നിങ്ങൾ പോയ കാര്യം? എല്ലാം മംഗളമായി. എനിക്കതിൽ ഉറപ്പുണ്ടായിരുന്നു. എന്നാ സമയം കളയണ്ട, നമുക്കിറങ്ങാം. കുറെ കൂടെ കഴിയട്ടെ. ഡിന്നറിന് സമയമായില്ലല്ലോ. എനിക്ക് പോകണം. എന്നെ ഒഴിവാക്കും. അങ്ങനെ പറയരുത്. ഭക്ഷണം കഴിഞ്ഞിട്ടേ പോകാവൂ. അയ്യോ അയ്യ, ശാരദ കാത്തിരിക്കും. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് നമ്മളുടെ വിജയത്തിന്റെ ദിവസമാണ്. അതൊന്ന് ആഘോഷിച്ചേ പറ്റൂ. സുമാര സത്യ ഞങ്ങൾക്ക് വേണ്ടി. സമയമുള്ളതിനെ ശിവരി പറഞ്ഞത്. ഞാനൊന്ന് മിനിങ്ങിയിട്ട് ഇപ്പൊ വന്നേ. മിനിങ്ങി ഓവർ ആകരുത് കേട്ടോ. ഓടി ഇരിക്കൂ. ചേച്ചി സുന്ദരിയാണോ? സാമാന്യം. മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാനത് അമ്മയെ പോലെ ആയിരിക്കും. മോൻ അച്ഛനെ പോലെ തന്നെയാണോ? ഒരു ദിവസം വീട്ടിലേക്ക് വരും. അവരൊക്കെ പരിചയപ്പെടാലോ. ഞാൻ വരാം.
തീർച്ചയായിട്ടും വരാം. സാറ് ഭാഗ്യം ചെയ്ത ആളാണ്. സ്നേഹമുള്ള ഭാര്യ, സ്നേഹം മാത്രമുള്ള കുട്ടികൾ, സംതൃപ്തമായ കുടുംബം. സുഷമയ്ക്കെന്താ ഭാഗ്യത്തിനൊരു കുറവ്? ഓ ഭാഗ്യം! സാറ് കണ്ടില്ലേ അപ്പുറത്തെ മുറിയിൽ മിനിങ്ങിക്കൊണ്ടിരിക്കുന്നത്? സാർ കുടിക്കുമോ? ഇല്ല. ഒട്ടും? ടു ബി ഫ്രാങ്ക്, ഞാൻ കുടിച്ചിട്ടുണ്ട്, ജസ്റ്റ് കമ്പനി സേക്ക്. പക്ഷെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേച്ചിയുടെ ഭാഗ്യം. സഹദേവൻ ഈയിടെയായി വളരെ അധികം കഴിക്കുന്നുണ്ട്. നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പോയാൽ എന്റെ വിധി. സാറിനറിയാമോ, മദ്യം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് എന്തുമുള്ളൂ. എത്രയോ തവണ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്തു ഫലം? സാർ വിചാരിച്ചാൽ ഒരു പക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കും. ഞാനും. അദ്ദേഹം ഫിനാൻഷ്യലായിട്ട് വളരെ വിഷമിക്കുകയാണ്. സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യുന്നു. എന്താ പറയൂ? കൃഷ്ണയുടെ ഇൻഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത്. സാറും സ്വാമിയും വളരെ അടുപ്പമാണല്ലോ. സാർ വിചാരിച്ചാൽ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞാൽ. എന്താണ് സാർ ഒന്നും മിണ്ടാത്തത്? മിസ്റ്റർ സഹദേവന് ആ വർക്കിൽ താല്പര്യമുണ്ടോ? വളരെ. പിന്നെ എന്താ എന്നോട് ഇതുവരെ പറയട്ടെ? എന്തെങ്കിലും മനപ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കും. നോക്കൂ മിസ്റ്റർ സഹദേവൻ, കൃഷ്ണയ്യർ വളരെ സ്ട്രിക്റ്റായ ഒരു ബിസിനസ്മാനാണ്. പറയാൻ വിഷമമുണ്ടായിട്ടല്ല, പക്ഷെ അയാളുമായിട്ട് ഡീൽ ചെയ്യാൻ അല്പം വിഷമമുണ്ടാവും. ഇല്ല സാർ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സഹദേവൻ ഡീലിങ്സിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുവാണ്. അതെനിക്കറിയാം. സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇന്നും തിരിച്ചു തന്നിട്ടില്ല. ഇന്ന് തരണമെന്ന് കരുതിയതാണ്. പക്ഷേ ഏതോ ഒരു വർക്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒന്ന് റോൾ ചെയ്തു. ബിസിനസ്മാന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ വാക്കിന്റെ വിലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ പറഞ്ഞത് ശരിയാണ്. ഇത്തവണ മാത്രം സാറിന് ക്ഷമിക്കണം. നിങ്ങളെങ്കിലും അല്പം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. കൃഷ്ണയുടെ കാര്യം സാർ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ. ഹലോ ഡിയർ, നമുക്കിറങ്ങാം. സുഖം സർ, സമയമായി, നമുക്കിറങ്ങാം. ആ കീഞ്ഞേരും നമുക്ക് പോകണ്ട. പിന്നെ ഡിന്നർ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. മിസ്റ്റർ സഹദേവനും ഭാര്യ എന്റെ കൂടെ വരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മിസ്റ്റർ വർമ്മയോട് പറഞ്ഞാൽ മതി, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. ഞാൻ 1 മണിക്കൂറിൽ വരും.